പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം കുഴഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ നടുവിലായിരിക്കാം നിങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, തകർച്ചയുടെ നടുവിൽ നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി അത് നഷ്ടമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഉയർപ്പിൻ്റെ അത്യന്ത ശക്തിയെ പകർന്നു തന്നിരിക്കുന്നത് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ബലത്തോടെ ധൈര്യത്തോടെ നിൽക്കുവാനാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-19 വാക്യം നാം വായിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ അകപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. 23 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവർ ആയിരിക്കുന്ന അവസ്ഥയും ആ തീവ്രതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ഒരു സാഹചര്യവും അനുകൂലമല്ലാതെ ഇരിക്കുകയും ആ സമയത്തും അവർ ദൈവത്തെ പാടി ആരാധിച്ചു. അവർ ആരാധിച്ചുകൊണ്ടിരിക്കയിൽ കാരാഗ്രഹത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്ത് അവരെ വിടിവിച്ച ദൈവത്തിൻ്റെ കാര്യത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. അവരെ വിടിവിക്കുക മാത്രമല്ല, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യേശുവിൽ വിശ്വസിക്കുവാൻ അത് മുഖാന്തരമായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ക്ഷീണിച്ചു പോകേണ്ടിയവരല്ല. അത് ഇരുളിൽ കിടക്കുന്ന അനേകം വ്യക്തികളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കഷ്ടകാലത്ത് നാം കുഴഞ്ഞു പോകാതെ ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ പോരാളികളായി ജയത്തോടെ ബലത്തോടെ എഴുന്നേൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.